അതേപോലെ തന്നെ വിഷ്ണു, തിരുവനന്തപുരം നഗരത്തിൽ ആളുകളെ ആക്രമിച്ച തെരുവ് നായയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പിടികൂടാനുള്ള ശ്രമം ഇന്നും തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മാത്രം 36 പേരാണ് ചികിത്സ തേടിയത്. എങ്ങനെയാണ് വിഷ്ണു ഈ ഒരു വാർത്തയുടെ വിശദാംശം? കാളിദാസൻ, ഇന്നലെ രാത്രിയിലും വലിയ രീതിയിലുള്ള തിരച്ചിൽ നായ്ക്കായി ഉണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഏകദേശം 36 പേർക്കാണ് നായയുടെ കടിയേറ്റത്. അതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടർന്നിരുന്നു. എന്നാൽ ഇവരെല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇവരെ വേണ്ട രീതിയിലുള്ള പരിചരണം നൽകുകയും ചെയ്തിരുന്നു. നായയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു നായ തന്നെയാണ് ഇത്രയും പേരെ കടിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിഗമനം. ഏതായാലും എല്ലാവർക്കും പേവിഷബാധയുടെ കുത്തിവയ്പ് നൽകുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നായയെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി തന്നെ ഊർജിതമായി ഉണ്ടായിരുന്നു. ഈ നായയെ പിടികൂടാനുള്ള 2 സംഘത്തെ രാത്രി തന്നെ നിയോഗിച്ചിരുന്നു. നായയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും തിരുവനന്തപുരത്തെ കരമന മേഖലയിലാണ് കൂടുതലായും കടിയേറ്റത്. അതിനുശേഷം ഈ ആയുർവേദ കോളേജ് പരിസരത്തേക്കും ഈ നായ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു നായയുടെ ആക്രമണത്തിലാണ് ഇത്രയും പേർക്ക് പരിക്കേറ്റത് എന്നുള്ളത് വലിയൊരു ഭയപ്പെടുത്തുന്ന സംഭവം തന്നെയാണ്. നായയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാളിദാസ്. ശരി വിഷ്ണു, തിരുവനന്തപുരം നഗരത്തിൽ ആളുകളെ ആക്രമിച്ച തെരുവ് നായയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പിടികൂടാനുള്ള ശ്രമം ഇന്നും തുടരും. ഇന്നലെ മാത്രം 36 പേരാണ് ചികിത്സ തേടിയത്. വിഷ്ണു കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.